നമസ്കാരം. ശബരിമല വിശേഷങ്ങളിലേക്ക്. മണ്ഡല മകരവിളക്ക് അടുത്തതോടെ സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. ശബരിമലയിൽ വീണ്ടും യുവതികളെത്തി. 2 യുവതികളാണ് ശബരിമലയിൽ പ്രവേശിക്കാനായി എത്തിയത്. കനകദുർഗ, ബിന്ദു എന്നീ യുവതികളാണ് എത്തിയിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള യുവതികളാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് അയ്യപ്പനെ കാണാനായി എത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്നലെ തമിഴ്നാട്ടിൽ നിന്നെത്തിയ മനിതി സംഘം ഏറെ നേരത്തെ പ്രതിഷേധത്തിനൊടുവിലാണ് മടങ്ങിയത്. ഇന്നിപ്പോൾ മലപ്പുറം, കോഴിക്കോട് നിന്നും 2 യുവതികൾ കൂടി എത്തിയിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അവധിക ഇവർ അതിരാവിലെ 3 മണിയോടെ ഇവർ പമ്പയിൽ എത്തിയിരുന്നു. പമ്പയിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. എന്നാൽ പോലീസിനോട് അന്വേഷിച്ചപ്പോൾ പോലീസിനെ ഇവർ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത്തരത്തിൽ അവർ വരുന്നതായോ അല്ലെങ്കിൽ അതിന് വേണ്ട സുരക്ഷ ഒരുക്കണമെന്നോ ആവശ്യപ്പെട്ട് ഇവർ പോലീസിനെ സമീപിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭിച്ച വിവരങ്ങൾ. എന്തായാലും ഇപ്പോൾ അവർ നീലിമല പിന്നിട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പമ്പയിൽ നിന്ന് കയറി ശബരിമലയിലേക്കുള്ള ശരണപാതയിൽ തന്നെ നീലിമല പിന്നിട്ടു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നും ഇതുവരെയൊന്നും ഭക്തരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ പ്രതിഷേധക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ ഈ വാർത്തകൾ പുറത്തെത്തുന്നതോടുകൂടി, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരം എത്തുന്നതോടുകൂടി പ്രതിഷേധം ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ ശബരിമലയിൽ ഇന്ന് 10,000 കവിഞ്ഞ ഭക്തജനത്തിരക്കാണുള്ളത്. ഇന്നലെ ഏകദേശം 1 ലക്ഷത്തിലധികം ആളുകളാണ് വന്നിരുന്നത്. ഇന്നും ആ ഒരു തിരക്ക് തുടരുന്നുണ്ട്. ഇതിനിടയിൽ നിന്നാണ് ആ പ്രതിഷേധങ്ങളെയാണ് മറികടന്നുകൊണ്ട് അവരെ സന്നിധാനത്തേക്ക് എത്തിക്കേണ്ടത്. എന്തായാലും മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്നുള്ള കനകദുർഗയും അതുപോലെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള അഡ്വക്കേറ്റ് ബിന്ദുവുമാണ് എത്തിയിട്ടുള്ളത്. അഡ്വക്കേറ്റ് ബിന്ദു തലശ്ശേരി സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ പ്രൊഫസറാണ്. അതേസമയം കനകദുർഗ സപ്ലൈകോ സെയിൽസ് അസിസ്റ്റന്റ് മാനേജറാണ്. എന്തായാലും ഇപ്പോൾ വരും മണിക്കൂറുകൾക്കുള്ളിൽ എന്ത് തരത്തിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാവാൻ പോകുന്നതെന്നും ഏത് തരത്തിലാണ് പ്രതിഷേധക്കാർ ഇവരെ നേരിടാൻ പോകുന്നതെന്നും എല്ലാം തന്നെ അറിയാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ അവർ നീലിമല പിന്നിട്ടു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അവന്തിക. വിഷ്ണു, ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ തമിഴ്നാട്ടിൽ നിന്നെത്തിയ മനിതി സംഘം പമ്പയിൽ തങ്ങി. അതേസമയം പ്രതിഷേധക്കാർ അവിടെ തമ്പടിക്കുകയും ഏറെ നേരത്തെ പ്രതിഷേധത്തിനൊടുവിലാണ് ഒരു അക്രമത്തിലോട് തന്നെ അത് വഴിവെച്ചു. അതിനുശേഷമാണ് യുവതികൾ പമ്പയിൽ നിന്ന് മടങ്ങിയത്. ഇന്നിപ്പോൾ വീണ്ടും യുവതികൾ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം നേരം പുലരുന്നതേ ഉള്ളൂ, ഭക്തർ എത്താൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പ്രതിഷേധക്കാരെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ വാർത്തകൾ പുറത്തു വരുന്നതോടുകൂടി പ്രതിഷേധക്കാർ എത്തുമെന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം ഇന്നലെ തന്നെ അവർ അവിടെ തമ്പടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വലിയൊരു പ്രതിഷേധത്തിലേക്ക് ഇത് മാറില്ലേ? അവധിക, തീർച്ചയായിട്ടും ഇന്നലെ മനിതി സംഘം വന്നത് അവർ പൂർണ്ണമായും സ്ത്രീകളുടെ വേഷത്തിൽ തന്നെയാണ് ശബരിമലയിലേക്ക് എത്തിയിരുന്നത്. എന്നാൽ ഇന്ന് വരുന്നവർ പുരുഷ വേഷത്തിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെ സാധാരണ ഭക്തരുടെ കണ്ണിൽ ഇവരെ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്ന ഒരു കാഴ്ചയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവർക്ക് നീലിമല പിന്നിടാനായതും. എന്തായാലും ഇപ്പോൾ അവർ ശബരിമലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 2 സമയം ഇന്നലെ മനിതി സംഘത്തിന് നേരെ ഉണ്ടായ ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ ഭക്തരുടെ പ്രതിഷേധം, അത് ഇന്നലെ വലിയ രീതിയിൽ സമൂഹം കണ്ടതാണ്. അതിന്റെ ഒരു തനി ആവർത്തനം എന്നോണം ഇന്നിപ്പോൾ എന്തും സംഭവിക്കാം. ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തോട്ട് എത്തുന്നതിലൂടെ എന്തും സംഭവിക്കാനുള്ള ഒരു സാഹചര്യവും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നീലിമല പിന്നിട്ടു എന്ന് പറയുന്നത് തന്നെ ശബരിമലയിൽ ശരണപാതയിൽ അവർ മുന്നോട്ട് തന്നെയാണ് എന്നതിന്റെ ഒരു ഇതാണ്. എന്നാൽ ഇന്നലെ നടന്ന സംഭവ വികാസങ്ങൾ ഏറെ ആകുലതകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും നമുക്ക് വരും മണിക്കൂറുകളിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ സാധിക്കും. വിഷ്ണു, ഈ യുവതികളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇവർ പോലീസ് സംരക്ഷണം നേരത്തെ കൂട്ടി ആവശ്യപ്പെട്ടിട്ടാണോ മല ചവിട്ടാനായിട്ട് എത്തിയത്, അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അവന്തിക, ഇന്ന് രാവിലെ 3 മണിയോടെയാണ് ഇവർ പമ്പയിൽ എത്തിയതെന്നാണ് സൂചന. പമ്പയിൽ എത്തിയ ഇവർ ബസ്സിൽ കാത്തിരിക്കുകയായിരുന്നു. ഈ ഒരു വിവരം പറഞ്ഞ് പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസിന് ഇത്തരത്തിലുള്ള യാതൊരു മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ല, അല്ലെങ്കിൽ പോലീസിനോട് സംരക്ഷണം ആവശ്യപ്പെട്ട് യുവതികൾ സമീപിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ അതിനുശേഷം ഏകദേശം 2.5 മണിക്കൂർ പിന്നിട്ട ശേഷമാണ് ഇവർ പോലീസിന്റെ ഒരു അകമ്പടിയോടെ, അല്ലെങ്കിൽ പോലീസ് സംരക്ഷണയിൽ ഇവർ ഇപ്പോൾ ശബരിമലയിലേക്ക് യാത്ര തുടരുന്നത്. പമ്പയിൽ നിന്നും ഇവർ ഇന്ന് അതിരാവിലെ 3 മണിക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതുവരെ അവരെ തിരിച്ചറിയാൻ സാധിച്ചില്ല, മാധ്യമങ്ങൾക്കുൾപ്പെടെ അവരെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അവന്തിക. വിഷ്ണു, അതുപോലെ തന്നെ വിഷ്ണു കേൾക്കാമെങ്കിൽ
ഒരു തവണ കൂടി അവലിക ചോദ്യം ഒന്ന് ആവർത്തിക്കാമോ? വിഷ്ണു, ഇന്നലെ ഇതുപോലെ യുവതികൾ എത്തിയിരുന്നു, ഇന്നും യുവതികൾ വന്നിരിക്കുകയാണ് മല കയറാൻ. അതായത് ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ശബരിമല നടയടയ്ക്കാനായിട്ട്. അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ ഇതുപോലെ യുവതികളെ പ്രതീക്ഷിക്കാമോ? കാരണം നടയടയ്ക്കുന്ന സമയം, ശബരിമല അടയ്ക്കുന്ന സമയം ആയപ്പോഴാണ് വീണ്ടും ഇത്തരത്തിൽ യുവതികൾ എത്തി തുടങ്ങുന്നത്. അവധിക തീർച്ചയായും ശബരിമല നടയടയ്ക്കാൻ കേവലം 3 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതിനിടയിൽ വന്ന് മടങ്ങിപ്പോയ നിരവധി സംഘടനകളും സ്ത്രീകളുമുണ്ട്. ഉദാഹരണത്തിന് ഇന്നലെ മടങ്ങിപ്പോയ മനുഷ്യ സംഘം ഉൾപ്പെടെ ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുമെന്ന് അറിയിച്ചുകൊണ്ടാണ് അവർ പിന്മാറിയിട്ടുള്ളത്. അതിനു മുന്നേ തൃപ്തി ദേശായിയുടെ നേതൃത്വത്തിൽ വന്ന ഭൂമാതാ ബ്രിഗേഡ് എന്ന് പറയുന്ന സംഘടനയും ഞങ്ങൾ തിരിച്ചു വരും എന്ന ഒരു വാക്ക് നൽകിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രസ്താവന ഉന്നയിച്ചാണ് അവർ തിരിച്ച് മലയിറങ്ങിപ്പോയത്. എന്തായാലും ഇപ്പോൾ നമ്മൾ അവർക്ക് അരികിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഏത് തരത്തിലുള്ള, അല്ലെങ്കിൽ അവർ വന്നതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഭക്തരായിട്ട് തന്നെയാണോ എത്തിയത്, അത് ആക്ടിവിസം ആ ഒരു തരത്തിലാണോ ഇവർ സന്നിധാനത്തേക്ക് എത്തുന്നത് എന്നറിയാനും നമ്മൾ വിഷ്ണു, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ യുവതികൾ ശരം കുത്തി വരെ എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സാധാരണ പ്രതിഷേധം ഉണ്ടാവുക പമ്പയിലാണ്. പമ്പയിൽ അത്തരത്തിൽ പ്രതിഷേധം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നടപ്പന്തലിലായിരിക്കും ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാവുക. തീർച്ചയായും ഔദിക, ഇതിന് പ്രധാന കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പുരുഷവേഷത്തിലാണ് ഇരുവരും വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ തിരിച്ചറിയാൻ പോലീസിനോ അല്ലെങ്കിൽ ഭക്തർക്കോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കോ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായ വസ്തുത. ഇതുകൊണ്ട് തന്നെയാണ് അവർക്ക് യാതൊരു പ്രതിഷേധങ്ങളും പമ്പയിൽ നേരിടാതെ ശരം കുത്തി പിന്നിടാൻ സാധിച്ചത്. ഇപ്പോൾ അവർ മുന്നോട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അധികം ദൂരമില്ല സന്നിധാനത്തേക്ക്. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു പ്രതിഷേധത്തിന് കളമൊരുങ്ങുന്നത് നടപ്പന്തലിലേക്ക്. അത് നമുക്ക് വരും മണിക്കൂറുകളിൽ നമുക്ക് അത് എത്രത്തോളം ആയിരിക്കണമെന്നും ഇന്നത്തെ ഒരു ഭക്തജന തിരക്ക് വിലയിരുത്തി നമുക്ക് പറയാൻ കഴിയും. അന്തിക വിഷ്ണു, ഇവർ പോലീസ് സംരക്ഷണയിലാണോ ഇപ്പോൾ മല ചവിട്ടുന്നത്? എന്താണ്, അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അന്തിക ഒരു തവണ കൂടി ആ ചോദ്യം വിഷ്ണു, ഇവർ പോലീസ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ ആണോ മല ചവിട്ടുന്നത്? പോലീസിന്റെ സംരക്ഷണം ഇവർക്കുണ്ടോ? അവർക്ക് നമുക്ക് ലഭിച്ചതനുസരിച്ച് പുരുഷവേഷത്തിലാണ് രണ്ടുപേരും ശബരിമലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ് സംരക്ഷണ ഇപ്പോൾ അവർക്കുണ്ട്. അല്ലാത്ത പക്ഷം അവർക്കിപ്പോൾ ഇങ്ങനൊരു നീക്കം സാധ്യമായിരിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത്. ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ, കാരണം ഇപ്പോൾ വാർത്തകളിലൂടെയൊക്കെ അല്ലെങ്കിൽ പ്രതിഷേധക്കാർ മറ്റുള്ളവർ അറിഞ്ഞു കാണും യുവതികൾ മല ചവിട്ടുന്ന കാര്യം. ഏതെങ്കിലും ആ ഭാഗത്തു നിന്ന് ഇവർക്കെതിരെ പ്രതിഷേധത്തിന്റെ സ്വരം ഉയരുന്നുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇപ്പോഴും സന്നിധാനം ശാന്തമാണ്. സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്കുണ്ട്. ഇവിടം ശാന്തമാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെ രാവിലെ മുതൽ തീർത്ഥാടകരുടെ പ്രവാഹം അത് അനിശ്ചിതമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എവിടെ എപ്പോഴാണ് ഒരു പ്രതിഷേധം ഉണ്ടാവുക എന്നത് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ ദിവസം മഹിജി സംഘം വന്നപ്പോൾ അവർ മല കയറാൻ ആരംഭിച്ചപ്പോൾ മല ഇറങ്ങി വരുന്ന ഭക്തരുടെ ഭാഗത്തു നിന്നുമാണ് പ്രതിഷേധം ഉണ്ടാകാവില്ല. വിഷ്ണു, കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ നമ്മൾ കണ്ടതാണ് സംഘപരിവാർ പ്രവർത്തകരുടെ മുൻകൂട്ടിയുള്ള അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരമുള്ള ഒരു പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. യുവതികൾക്ക് നേരെ അവസാനം അക്രമം അഴിച്ചുവിടുന്ന രീതിയിലേക്കാണ് അവരുടെ പ്രതിഷേധം മാറ്റിയത്. അത്തരത്തിൽ ഇന്നും ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ ഇന്നലെ സംഭവിച്ചതുപോലെ തന്നെ ഇന്നും യുവതികൾക്ക് നേരെ ഒരു കയ്യേറ്റം ഉണ്ടാകില്ലേ? അത് ഒന്നും തള്ളിക്കളയാനാകില്ല. ഇന്നലെ ദേവസ്വം മന്ത്രി പ്രതികരിച്ചതുപോലെ തന്നെ ശബരിമലയിൽ ഈ ഒരു തരത്തിലുള്ള അക്രമം അഴിച്ചുവിടുന്നതിൽ ഭക്തരാണോ എന്ന് പൂർണ്ണമായും ഉറപ്പിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത്രയും ഭക്തജനത്തിലേക്കുള്ള ഒരു ദിവസം ഇങ്ങനെ ഒരു 2 സ്ത്രീകളുടെ പ്രവേശന സാധ്യത അല്ലെങ്കിൽ അവർ പ്രവേശിക്കാനുള്ള വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണെന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് കാരണമായിട്ടും അന്തിക. വിഷ്ണു, പ്രധാനമായ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടതായതുണ്ട്. അതായത് ഇപ്പോൾ പ്രതിഷേധമൊന്നും ഇല്ല എങ്കിൽ ഇവർ ഉടനെ തന്നെ സന്നിധാനത്ത് അല്ലെങ്കിൽ മല ചവിട്ടി 18ാം പടി ചവിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതൊരു ചരിത്ര മുഹൂർത്തം തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇന്നലെ പന്തളം കുടുംബാംഗം സൂചിപ്പിച്ചതുപോലെ തന്ത്രിക്ക് അവകാശമുണ്ട്. ആചാര ലംഘനം നടക്കുകയാണെങ്കിൽ നടയടയ്ക്കും എന്നൊരു സൂചനകൾ ഇന്നലെ വന്നിരുന്നു.
അവധിക ഇവിടെ കാര്യമായ സാങ്കേതിക പ്രശ്നമുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ ഈ ഒരു നിലവിലെ സാഹചര്യം മാത്രമാണ് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്. ശരംകുത്തി പിന്നിട്ടിരിക്കുന്ന യുവർ സംഘത്തിൽ ഇത്തരം വലിയൊരു പ്രതിഷേധത്തിന് കളം ശബരിമലയിൽ ഒടുങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആളുകൾ അല്ലെങ്കിൽ ഭക്തർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഇങ്ങനെ സ്ത്രീ പ്രവേശനം ഉണ്ടാവുകയാണെങ്കിൽ അതിന് എല്ലാ രീതിയിലുള്ള ചെറുക്കലുകളും ശബരിമലയിൽ ഉണ്ടാകും. അതുപോലെ തന്നെ അവർ ശബരിമല കയറുകയാണെങ്കിൽ ഇതൊരു ചരിത്ര മുഹൂർത്തമായി മാറുകയും ചെയ്യും. അംബിക വിഷ്ണു, അതുപോലെ തന്നെ ഇപ്പോൾ അവർ പോലീസ് സംരക്ഷണയിലാണോ മല ചവിട്ടുന്നത്? അംബിക, അതേപ്പറ്റി നമുക്ക് ഇപ്പോൾ ഒരു ഊഹം മാത്രമേ പങ്കുവയ്ക്കാൻ സാധിക്കുള്ളൂ. കാരണം ഈ ഒരു കാര്യം, അവർ മല കയറുന്ന കാര്യം മാധ്യമങ്ങൾക്ക് പോലും വിവരം ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ പമ്പയിൽ നിന്ന് മാത്രമാണ് അവർ പുറപ്പെട്ടു കഴിഞ്ഞു എന്ന വിവരം ലഭിച്ചിട്ടുള്ളത്. അവരിലേക്ക് എത്താനാണ് എല്ലാവരും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളും അതിനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ പോലീസ് സംരക്ഷണയല്ലാതെ അവർ പോരണമെങ്കിൽ അവർക്ക് അവർ വന്ന അതിരാവിലെ 3 മണിക്ക് തന്നെ ഈ പുരുഷവേഷത്തിന് അവർക്ക് പോരാമായിരുന്നു. എന്നാൽ അവർ പോന്നിട്ടില്ലായിരുന്നു. 2.5 മണിക്കൂറോളം പിന്നിട്ട ശേഷം മാത്രമാണ് അവർ പമ്പയിൽ നിന്ന് പോകുന്നത്. അതിനർത്ഥം അവർക്ക് പോലീസ് സംരക്ഷണം ലഭിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. വിഷ്ണു, ഇന്നലെയൊക്കെ വലിയ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടത്. ഇന്നും അതേ സ്ഥിതി തന്നെയാണ്, രാവിലെ ആയിട്ടേ ഉള്ളൂ. എന്നിരുന്നാലും നല്ല ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഇന്നലെ ഉണ്ടായ പ്രതിഷേധത്തിൽ ഭക്തർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ, അതായത് 3 ദിവസം മാത്രമേ ഉള്ളൂ ഇനി ശബരിമല നട അടയ്ക്കാനായിട്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലും വലിയ ഭക്തജനങ്ങളെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലൊരു പ്രതിഷേധം ഇന്നും ഉണ്ടാവുകയാണെങ്കിൽ അത് ഭക്തർക്ക് വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കില്ലേ? തീർച്ചയായും ഏതൊരാളും ശബരിമലയിൽ എത്തുന്നത് ശാന്തമായി തങ്ങൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ വ്രതം നോക്കി കാത്തിരിക്കുന്ന അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ്. എന്നാൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലർ മാത്രം ഇതിനെ ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മുതലെടുക്കുമ്പോൾ ഇതിൽ സാധാരണക്കാരായ ഭക്തരുടെ ഒരു അവസരമാണ് നിഷേധിക്കപ്പെടുന്നത്. ഇത് വലിയ രീതിയിൽ ഒരു അജണ്ടയായി ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ തുടരുന്നതിന്റെ ഇടയിലാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെയുള്ള അക്രമങ്ങൾക്ക് വേണ്ടി ആളുകളെ ശബരിമലയിൽ എത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇപ്പോൾ ഈ ഒരു സ്ത്രീ പ്രവേശനത്തിനുള്ള സാധ്യത അല്ലെങ്കിൽ ഈ ഒരു ശ്രമം അത് എന്ത് വില കൊടുത്തും ചെറുത്തു നിൽക്കാൻ ഈ പറയുന്ന പോലെ ഒരു ശ്രമം ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. പക്ഷെ അത് എവിടെ മുതൽ അല്ലെങ്കിൽ എവിടെ നിന്നായിരിക്കും ആ പ്രതിഷേധം എന്നുള്ളത് ഇപ്പോഴും കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം എവിടെയെല്ലാമാണ് പ്രതിഷേധക്കാർ തമ്പടിച്ചിട്ടുള്ളതെന്ന് ഇപ്പോഴും ഒരു കൃത്യമായ കണക്ക് നമ്മുടെ കയ്യിലില്ല. പക്ഷെ ഇന്നത്തെ ഈ ഒരു ഭക്തജന തിരക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നലെയും ഇന്നുമായി വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് ശബരിമലയിലുള്ളത്. ഇന്ന് നട തുറന്നപ്പോൾ മുതൽ ആയിരങ്ങളാണ് അയ്യപ്പനെ കണ്ടു മടങ്ങിയത്. അതിനൊപ്പം തന്നെ നിരവധി പേർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തിരക്ക് മാനിച്ചുകൊണ്ട് തന്നെ നിരവധി ഭക്തരാണ് ഇപ്പോൾ ശബരിമലയിലുള്ളത്. ഇവർക്കിടയിൽ അക്രമികൾ ഉണ്ടോ എന്ന കാര്യവും നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. എന്തായാലും അത് വരും മണിക്കൂറുകളിൽ ഇത് ഏത് രീതിയിലുള്ള പ്രതിഷേധം വരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇതിന് എത്രത്തോളം തീവ്രമായാണ് ഈ ഒരു വിഷയത്തെ അവർ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലേക്കാണ് ഇവർ ഇതിനെ വ്യാഖ്യാനിച്ചെടുക്കുന്നത് എന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടേണ്ടി തന്നെ വരും. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടെ ആസൂത്രിതമായ ഒരു നീക്കത്തിന്റെ ഒരു പ്രതിഫലനം അത് കൃത്യമായ രീതിയിൽ ശബരിമലയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ മാനസിക സംഘത്തിന് നേരെ വന്ന അതേ രീതിയിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അക്രമം അത് ഇന്നും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ അവരെ തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അക്രമത്തിന് കളമൊരുങ്ങാതിരുന്നത്. പക്ഷെ ഇപ്പോൾ വാർത്താമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ സന്ദേശങ്ങളായും ഈ ഒരു വിവരം പരസ്യപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവരെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഇവർക്കെതിരെ പ്രതിഷേധവുമായി ആളുകൾ രംഗത്തുണ്ടായിരിക്കും. ഈ ആളുകളെ തന്നെയാണ് ഇപ്പോൾ ആദ്യം ഭയക്കേണ്ടത്. അവർ ഏത് രീതിയിലുള്ള അക്രമം, അത് പ്രതിഷേധത്തിന്റെ പേരിൽ ഏത് രീതിയിലുള്ള അക്രമമാണ് അഴിച്ചുവിടുക എന്നതും വരും മണിക്കൂറുകളിൽ നമ്മൾ കാണും. അത് കൂടാതെ ഇപ്പോൾ ഇവർ ഇത്രയും നേരം കാത്തിരുന്ന്, അതായത് 3 മണിയോടുകൂടി പമ്പയിലെത്തിയ സംഘം 2.5 മണിക്കൂറോളം പിന്നിട്ട ശേഷം രാവിലെ 6 മണിയോടെയാണ് ശബരിമലയിലേക്ക് യാത്ര ആരംഭിച്ചത് പമ്പയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള എവിടെ വെച്ചാണ് ഇവർ തിരിച്ചറിയുന്നതെന്നും അത് എങ്ങനെയായിരിക്കും അതിനോട് ഈ ഒരു പ്രതിഷേധക്കാർ അല്ലെങ്കിൽ ഈ നാമജപവുമായി എല്ലാം പ്രതിഷേധം
എപ്പോഴാണ് ആരംഭിക്കുക എന്നതെല്ലാം അതിനുശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ. വാർത്തയുടെ വിശദാംശങ്ങൾ കൂടുതലായി അറിയേണ്ടതുണ്ട്. വിഷ്ണുവിലേക്ക് തന്നെ തിരിച്ചെത്താം. ശബരിമലയിലേക്ക് വീണ്ടും യുവതികൾ എത്തിയിരിക്കുകയാണ്. 2 യുവതികളാണ് ശബരിമലയിൽ പ്രവേശിക്കാനായി പമ്പയിൽ നിന്ന് മല ചവിട്ടി തുടങ്ങിയത്. ഇപ്പോൾ വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ യുവതികൾ അപ്പാച്ചിമേട് കഴിഞ്ഞതായാണ് വിവരം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തതും ആ മരക്കൂട്ടമാണ്. അത് കഴിഞ്ഞാൽ സന്നിധാനമാണ്. അതായത് കുറച്ച് നിമിഷം മാത്രമേ ഉള്ളൂ ഇനി സന്നിധാനത്തെത്താൻ. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം എന്തെങ്കിലും അവിടെ ഉണ്ടായിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് കളം ഒരുങ്ങുന്നതായി തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. വേണ്ടി തന്നെ ആളുകൾ അറിഞ്ഞു കഴിഞ്ഞു അവരതിനുവേണ്ടി തയ്യാറായി നിൽക്കുന്നു ലഭിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വം അതായത് പ്രതിഷേധക്കാർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 2 യുവതികൾ അവർ എവിടെ എത്തി എന്ന് അറിയുന്നതിനോ ഉണ്ടായിരുന്ന അനിശ്ചിതത്വം ഏറെക്കുറെ ഇപ്പോൾ നീങ്ങിയിരിക്കുന്നു. അവർ കൃത്യമായി ശരണപാതയിൽ തന്നെയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ പ്രതിഷേധക്കാർ വിവിധയിടങ്ങളിൽ തമ്പടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ വെച്ച് പ്രതിഷേധം ആദ്യം പൊട്ടിപ്പുറപ്പെടുമെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. എന്തായാലും അവർ ഇപ്പോഴും തടസ്സങ്ങളില്ലാതെ യാത്ര മുന്നോട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 സ്ത്രീകളാണ് ഉള്ളത്. അവർ പുരുഷവേഷത്തിലായതിനാൽ തന്നെ അവരെ തിരിച്ചറിയാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും പക്ഷെ ഇപ്പോൾ പോലീസ് അകമ്പടിയോട് കൂടി തന്നെയായിരിക്കണം അവർ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവർ നേരായ പാതയിൽ തന്നെയാണ് നേരായ പാതയിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അത് കൃത്യമായി തന്നെ അവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട്. തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവന്തിക വിഷ്ണു തുടരണം. നമ്മോടൊപ്പം ശ്യാം കൂടി ചേരുന്നുണ്ട്. ശ്യാം, ഇപ്പോൾ 2 യുവതികൾ കൂടി മല ചവിട്ടുകയാണ്. അവർ അപ്പാച്ചിമേട് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്പസമയത്തിനകം തന്നെ മരക്കൂട്ടം കഴിഞ്ഞ് സന്നിധാനത്ത് എത്തപ്പെടും. നമ്മൾ കണ്ടതാണ് ഇന്നലെ തമിഴ്നാട്ടിൽ നിന്നുള്ള 11 അംഗ സംഘം അനിതി സംഘത്തെ പമ്പയിൽ തടഞ്ഞ് മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് ഇവരെ തിരിച്ചയച്ചത്. ഇവർക്ക് നേരെ പ്രതിഷേധക്കാരുടെ കയ്യേറ്റം വരെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ ഇന്നും ഇത്തരത്തിൽ സംഘപരിവാർ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ ശബരിമലയിൽ പലയിടങ്ങളിലായി തമ്പടിച്ചിട്ടുണ്ട്. ഇവർക്ക് നേരെയും ഇത്തരത്തിലുള്ള പ്രതിഷേധം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ന് വലിയ ഭക്തജന തിരക്കുമാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. അവന്തിക, ഇന്ന് ശബരിമലയിൽ വീണ്ടും യുവതികൾ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇന്നലെ വനിതാ സംഘം ശബരിമലയിൽ വന്നതിന് ശേഷമുണ്ടായ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും യുവതികൾ എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും യുവതികൾ കോഴിക്കോട് മലപ്പുറം സ്വദേശികളായ യുവതികളാണ് ഇന്ന് പമ്പയിലേക്ക് പുലർച്ചയോടെ എത്തുകയും ഇപ്പോൾ മലകയറ്റം ആരംഭിച്ചിരിക്കുകയും ചെയ്യുന്നിരിക്കുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ യുവതികൾ എത്തുകയാണെങ്കിൽ അത് മറ്റൊരു ചരിത്ര നിയോഗം തന്നെയായി മാറുകയും ചെയ്യും. പ്രധാനമായും ഇത്തരത്തിൽ പ്രതിഷേധങ്ങളെല്ലാം വകവെക്കാതെ ഇത്തരത്തിൽ ഇവർ കാനനപാതയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത്തരത്തിൽ നിലവിൽ ഈ കാനനപാതയിലെല്ലാം തന്നെ പോലീസ് സുരക്ഷ തീർത്തിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെ SI ഗ്രേഡിലുള്ള ഒരു പോലീസ് സംഘം തന്നെ ഇവരെ അനുഗമിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും പ്രധാനമായും ഇവർ ഉദ്യോഗസ്ഥരുമായി ഇത്തരത്തിലുള്ള ഒരു ആശയവിനിമയത്തിന് ഇവർ തയ്യാറെടുത്ത് വരികയാണ്. പ്രധാനമായും കാനനപാത ഇവർ പിന്നിടുകയാണ്. ഇത്തരത്തിൽ അപ്പാച്ചിമേടും കഴിഞ്ഞ് നീലിമേൽ ചവിട്ടി വലിയ നടപ്പന്തലിലേക്ക് പ്രവേശിക്കാൻ അല്പസമയത്തിനകം തന്നെ ഇവർ പ്രവേശിക്കുകയും ചെയ്യും. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു ആശങ്കയാണ് പ്രധാനമായും നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇപ്പോൾ ഈ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള സ്ഥിതി വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഒന്നും തന്നെ ഇത്തരത്തിൽ ശബരിമലയിൽ ഇപ്പോൾ സംജാതമായിട്ടില്ല. എന്തായാലും ഇത്തരത്തിൽ ഈ യുവതികൾ ശബരിമലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതൊരു ചരിത്ര നിയോഗമായി മാറുകയും ചെയ്യും. പ്രധാനമായും പുലർച്ചയോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും സന്നിധാനത്തേക്ക് യുവതികൾ എത്തിയത്. ഇവരുടെ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ തന്നെ പരിശോധിച്ചാൽ ഇവർ 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണെന്നായിരിക്കും പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടുമില്ല. പ്രധാനമായും പോലീസ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പോലീസ് സംരക്ഷണയിലാണ് ഇപ്പോൾ ഇവർ കാനനപാത പിന്നിടുന്നത്. ശ്യാം, ഇവർ പോലീസിനെ അറിയിക്കാതെയാണ് അല്ലെങ്കിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെടാതെയാണ് ഇവർ ശബരിമലയിലേക്ക് മല കയറാൻ എത്തിയത്. എന്നാൽ ഇവർ എത്തിയത് അറിഞ്ഞ് ഇപ്പോൾ പോലീസ് അവർക്ക് സംരക്ഷണം നൽകിയിരിക്കുകയാണ്. ഇന്നലെ എത്തിയ അനിതി സംഘം പോലീസ് സംരക്ഷണത്തോട് കൂടിയാണ് പമ്പ വരെ എത്തിയത്. എന്നിട്ടും അവർക്ക് നേരെ വലിയൊരു പ്രതിഷേധമാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ പോലീസിന്റെ സഹായം ആവശ്യപ്പെടാതെ എത്തിയ ഈ യുവതികൾക്ക് നേരെ ഒരുപക്ഷെ പ്രതിഷേധം ഉണ്ടായാൽ അത് ഏത് രീതിയിലായിരിക്കും അത് മുന്നോട്ട് പോവുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.
അവന്തിക സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ സന്നിധാനത്ത് ഇന്ന് വൻ ഭക്തജന തിരക്കുണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനാൽ തന്നെ ഈ സാഹചര്യത്തിൽ പ്രധാനമായും യുവതികളുടെ മലകയറ്റത്തിൽ ഇത്തരത്തിൽ പോലീസും വളരെ പ്രതിരോധങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രധാനമായി ഇത്തരത്തിൽ കൂടുതൽ വിപുലീകരണങ്ങളെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പ്രധാനമായി ഇത്തരത്തിൽ കൂടുതൽ പോലീസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇത്തരത്തിൽ ഇവരെ അനുഗമിക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് നിർദ്ദേശങ്ങൾ പോയി കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള വനിതാ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവരെ അനുഗമിക്കുന്നുണ്ട്. ഇവർ ഇത്തരത്തിൽ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ശബരിമലയിലേക്ക് എത്തുന്നത് സംബന്ധിച്ചുള്ള ആശയവിനിമയങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. എന്തായാലും ഇത്തരത്തിൽ യുവതികൾ ഇവർ കോഴിക്കോട് മലപ്പുറം സ്വദേശികളായ ഈ വനിതകൾ ഇപ്പോൾ ശബരിമലയിലേക്ക് എത്തിയ സാഹചര്യത്തിൽ പോലീസ് കാനനപാതയിലെല്ലാം തന്നെ പോലീസ് സുരക്ഷ തീർത്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിരോധം എവിടെ നിന്നെങ്കിലും ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ പോലീസ് നൽകി കഴിഞ്ഞതായിട്ടാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത്തരത്തിൽ കാനനപാത പിന്നിട്ടിരിക്കുന്ന യുവതികൾ ഈ അല്പസമയത്തിനകം തന്നെ വലിയ നടപ്പന്തലിലെത്തും. അങ്ങനെയാണെങ്കിൽ പ്രധാനമായി ഇത്തരത്തിലൊരു ചരിത്ര നിമിഷം തന്നെയായിരിക്കും. പ്രതിഷേധങ്ങളെ വഹിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലൊരു ശബരിമലയിലേക്ക് യുവതികൾ എത്തുകയാണെങ്കിൽ ഇത്തരത്തിൽ പോലീസ് മുൻകരുതലുകളെല്ലാം തന്നെ പോലീസിന് ഇത്തരത്തിൽ സ്വീകരിക്കാൻ കഴിയും. എന്നാൽ ഇത്തരത്തിൽ കാനനപാത പിന്നിടുന്ന ഒരു സാഹചര്യത്തിൽ ഈ നിമിഷം വരെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉയർന്നിട്ടില്ല. ശ്യാമ, അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് യുവതികൾ പിന്മാറില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്ത് പ്രശ്നമുണ്ടായാലും മല കയറും എന്ന് തന്നെയാണ് ഇപ്പോൾ യുവതികൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവർ അപ്പാച്ചിമേട് പിന്നിട്ടിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ മരക്കൂട്ടം എത്തും. അതിനുശേഷം ഇവർ സന്നിധാനത്ത് പ്രവേശിക്കുന്നതായിരിക്കും. എന്നാൽ ഇനി ഒരു പ്രതിഷേധം ഉടലെടുക്കുക വലിയ നടപ്പന്തലിലായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സന്നിധാനം അല്ലെങ്കിൽ 18-ാം പടി ചവിട്ടാൻ പറ്റുമോ എന്ന കാര്യം സംശയമാണ്. കാരണം മുൻപ് നമ്മൾ കണ്ടതാണ്, രഹ്ന ഫാത്തിമയെ പോലെയുള്ളവർ എത്തി നടപ്പന്തലിൽ വലിയ പ്രതിഷേധമുണ്ടായി, പഠിച്ചവിട്ടാനാവാതെ തിരിച്ചിറങ്ങിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവധിക ഇത്തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങൾക്കുള്ള ഒരു അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ സന്നിധാനത്ത് ഇന്ന് വൻ ഭക്തജന തിരക്കും കൂടെയുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനാൽ കൂടുതൽ ക്രമീകരണങ്ങളെല്ലാം തന്നെ പോലീസ് നേരത്തെ തന്നെ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് യുവതികൾ പുലർച്ചയോട് മലകയറുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ പോലീസുകാരുടെ വിന്യാസം അല്പം കൂടി ക്രമീകരിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇത്തരത്തിൽ യുവതികൾ കോഴിക്കോട് മലപ്പുറം സ്വദേശികളായ യുവതികൾ ഇപ്പോൾ മലകയറുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ പോലീസിനെ ഇത്തരത്തിൽ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി പ്രതിഷേധം മലയടിക്കുക വലിയ നടപ്പന്തലിൽ അയക്കുന്ന ഒരു സാഹചര്യം കൂടി പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ ക്രമീകരണങ്ങളിലേക്ക് പോലീസ് കടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും വനിതകളെ ഇത്തരത്തിൽ കൂടുതൽ സുരക്ഷയോടുകൂടി സന്നിധാനത്ത് എത്തിക്കാനുള്ള നടപടികളെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. എന്തായാലും വലിയ നടപ്പന്തലിലേക്ക് അല്പസമയത്തിനകം യുവതികൾ എത്തുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ കൂടുതൽ ക്രമീകരണങ്ങളുമായി പോലീസിന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. മുകളിലും അതോടൊപ്പം തന്നെ സന്നിധാനത്തും സോപാനത്തും അടക്കമുള്ള ഭക്തരുടെയും അടക്കമുള്ള പ്രതിഷേധങ്ങൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണമെന്നുള്ള ഒരു വിലയിരുത്തലും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇവർ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഒരു ആശയവിനിമയം നടത്താത്തുള്ള ഒരു സാഹചര്യമാണ് ഇവർ നടന്നത്. എന്നാൽ പമ്പയിൽ എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും യുവതികൾ എത്തുന്ന ഒരു സാഹചര്യം പോലീസും മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കാനനപാതയിൽ കൂടി പോലീസ് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം ഏർപ്പാടുകയും ചെയ്തിരിക്കുന്നു. ഇവരെ ഇപ്പോൾ അനുഗമിക്കുന്ന സംഘത്തിൽ എസ്ഐ അടക്കമുള്ള വനിതാ എസ്ഐ അടക്കമുള്ളവർ ഇവരെ അനുഗമിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വലിയ നടപ്പന്തലിലേക്ക് കൂടുതൽ പ്രതിഷേധങ്ങൾ ഇത്തരത്തിൽ ഏകോപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ നേരിടാനും അത്തരത്തിൽ ബദൽ ക്രമീകരണങ്ങളുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടുള്ള തന്നെയാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ശ്യാം, തുടരുക. വിഷ്ണു കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ യുവതികൾ അപ്പാച്ചിമേട് കഴിഞ്ഞ് മരക്കൂട്ടം എത്താറായി എന്നാണ് ലഭിക്കുന്ന വിവരം. ചെറിയ രീതിയിൽ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ടെന്നും ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഇവർക്ക് സന്നിധാനത്ത് എത്താൻ കഴിയും. ഇപ്പോൾ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ടോ? അവിടെ നിന്ന് ലഭിക്കുന്ന മറ്റ് വിശദാംശങ്ങൾ കൂടി. അവധിക ഇപ്പോഴും അവർ മരക്കൂട്ടത്ത് എത്തിയിട്ടില്ല. അപ്പാച്ചിമേട് പിന്നിട്ടിട്ട് മാത്രമേ ഉള്ളൂ. എന്തായാലും ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ മരക്കൂട്ടത്ത് ഇപ്പോൾ അതിൻ്റെതായിട്ടുള്ള യാതൊരു മുന്നൊരുക്കങ്ങളും തയ്യാറായിട്ടില്ല ഇതുവരെ. പക്ഷെ ഏത് നിമിഷവും ഇങ്ങനെ ഒരു സ്ത്രീ എത്തുന്ന മുറയ്ക്ക് ഈ തരത്തിലുള്ള ഒരു പ്രതിഷേധം പെട്ടെന്ന് സംഘടിച്ചെത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും പോലീസിന്റെ കൃത്യമായ അകമ്പടിയോട് പോലീസിന്റെ സുരക്ഷയിലാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തെ എങ്ങനെയെല്ലാമാണ് പോലീസ് നേരിടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് പ്രതിഷേധങ്ങൾ എത്താൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരും അവർ ഇങ്ങോട്ട് എത്തുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ മരക്കൂട്ടം പിന്നിടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. കാരണം മരക്കൂട്ടമാണ് സന്നിധാനത്തേക്ക് എത്തുന്നതിനുള്ള ആദ്യ പടി, അല്ലെങ്കിൽ സന്നിധാനത്തോട് അടുക്കുന്നു എന്നതിന്റെ ആദ്യ സൂചന മരക്കൂട്ടം പിന്നിടുക എന്നതാണ്. അതുകൊണ്ട് തന്നെ മരക്കൂട്ടത്താണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യതയുള്ളത്. എന്നാൽ ഇതുവരെയും അവർ ഇവിടെ എത്താത്ത സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങളുടെ മുന്നൊരുക്കങ്ങളൊന്നും കാണുന്നില്ല. എന്നാൽ ഈ പറയുന്നത് പോലെ തന്നെ പ്രതിഷേധക്കാർ എവിടെയും എപ്പോഴും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് ആ കൃത്യമായ സമയത്ത് സംഭടിക്കാൻ സാധിക്കും എന്നാണ് നമുക്കിപ്പോൾ
മനസ്സിലാക്കാൻ സാധിക്കുന്ന അവധിക. വിഷ്ണു, മരക്കൂട്ടം എത്താറായ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 2 കിലോമീറ്റർ മാത്രമേ ഇനി സന്നിധാനത്തേക്കുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മരക്കൂട്ടത്തും പ്രതിഷേധമില്ലെങ്കിൽ ഇനി ഒരു പ്രതിഷേധം ഉണ്ടാവുക വലിയ നടപ്പന്തലിലായിരിക്കും. അഥവാ പ്രതിഷേധമില്ല, അവർ 18-ാം പടി ചവിട്ടുകയാണെങ്കിൽ ഇതൊരു ചരിത്ര മുഹൂർത്തമായിരിക്കും. എന്നിരുന്നാലും അവിടെ വീണ്ടും ഒരു പ്രശ്നം ഉദിക്കുന്നുണ്ട്. ഇന്നലെ പന്തളം കൊട്ടാരം പറഞ്ഞതുപോലെ തന്ത്രിക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. ആചാര ലംഘനം നടക്കുകയാണെങ്കിൽ നട അടയ്ക്കും എന്നൊരു തീരുമാനവും ഇന്നലെ വന്നിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ 18-ാം പടി ചവിട്ടിയാൽ തന്നെ ഏത് രീതിയിലായിരിക്കും ഇനി തന്ത്രി അടക്കമുള്ളവരുടെ നിലപാട് എങ്ങനെയായിരിക്കും? തീർച്ചയായും അത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇന്നലെ പന്തളം മുൻ രാജകുടുംബം പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആചാരലംഘനം ഉണ്ടായ നടയടക്കുമെന്ന് പറഞ്ഞ ആ തന്ത്രി അല്ലെങ്കിൽ ആ ഒരു നടപടിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ മുൻപ് ആചാരലംഘനം ഉണ്ടായപ്പോഴോ അല്ലെങ്കിൽ ആചാരലംഘനം ഉണ്ടാക്കാൻ തയ്യാറെടുത്തപ്പോഴോ അതിനെപ്പറ്റി പ്രതികരിച്ചിരുന്നില്ല. എന്നിരുന്നാൽ തന്നെ ഇതൊരു ചരിത്രത്തിലേക്കുള്ള ഒരു നിമിഷമാണ്. അവർ 18-ാം പടി കയറി ദർശനം നടത്തി. എന്നാൽ അതിനു മുൻപ് തന്നെ പ്രതിഷേധം കണക്കാനുള്ള സാഹചര്യവും ചെറുതല്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കുണ്ട്. അതിൽ തന്നെ എത്ര പേർ പ്രതിഷേധക്കാരായി ഇതിനു വേണ്ടി തയ്യാറായിട്ടുണ്ടെന്നുള്ള കാര്യവും നമുക്ക് അറിയുന്നതല്ല. എന്തായാലും ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെ ഇപ്പോഴുള്ളൂ. ബാക്കി വരുമ്പോൾ അവർ തിരിച്ചിറങ്ങിയ ഒരു സൂചന നമുക്കിപ്പോൾ ലഭിക്കുകയാണ്. ആ സ്ത്രീകൾ തിരിച്ചിറങ്ങുന്നു, പ്രതിഷേധത്തെ തുടർന്ന് തിരിച്ചിറങ്ങുന്നു എന്നൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഉടൻ നൽകാൻ കഴിയും. അവർ ഇറങ്ങുകയാണ്, അവിടെ പ്രതിഷേധം ശക്തമാവുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. വിഷ്ണു, അപ്പാച്ചിമേട്ടിലാണോ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നായിരിക്കും അവർ തിരിച്ചിറങ്ങുന്നത്. ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അവധിക്ക് അപ്പാച്ചിമേട്ടിൽ പ്രതിഷേധക്കാർ യുവതികളെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവിടെ പ്രതിഷേധം ശക്തമായ രീതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. നാമജപം ഉൾപ്പെടെയുള്ള പ്രതിഷേധം കൊണ്ട് തന്നെ അവരെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. എന്തായാലും അവർ തിരിച്ചിറങ്ങില്ല എന്ന ഒരു തീരുമാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പക്ഷേ സമരം അല്ലെങ്കിൽ പ്രതിഷേധം കടക്കുന്ന സാഹചര്യത്തിൽ അവർ ഇനി എന്ത് നിലപാടെടുക്കുമെന്ന കാര്യം നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പാച്ചിമേട്ടിൽ യുവതികൾ തടഞ്ഞു എന്നതാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാവുന്ന ഏറ്റവും പുതിയ വാർത്ത. വിഷ്ണു, നമ്മൾ കണ്ടതാണ് ഇന്നലെ മനിതി സംഘവും ഇതേ നിലപാടായിരുന്നു എടുത്തത്. തിരിച്ചു പോകില്ല, മല ചവിട്ടും എന്ന നിലപാടാണ് മനിതി സംഘവും എടുത്തത്. എന്നാൽ ഇവർക്ക് നേരെ മണിക്കൂറുകൾക്ക് ശേഷം ഇവർക്ക് നേരെ പ്രതിഷേധക്കാരുടെ ഭാഗത്ത് നിന്നൊരു കയ്യേറ്റ ശ്രമം വരെ ഉണ്ടായി. ആ സാഹചര്യത്തിലാണ് അവർക്ക് തിരിച്ചിറങ്ങേണ്ടി വന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇവർക്ക് നേരെയും പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. ഇവരെ അപ്പാച്ചിമേട്ടിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിൽ ഇന്നലെ ഉണ്ടായ അതേ സാഹചര്യം തന്നെ ഇന്നും അവിടെ ഉണ്ടാകില്ലേ? പറയാനാകുന്നതല്ല. ഈ പറയുന്നത് പോലെ തന്നെ അപ്പാച്ചിമേട്ടിൽ ഈ ഒരു പ്രതിഷേധം ഞങ്ങൾക്ക് ഇന്നലെ നമുക്ക് ഉദാഹരണമായി മനിതി സംഘത്തിന്റെ ആ യാത്ര തന്നെ എടുത്തു കഴിഞ്ഞാൽ അവർ പമ്പയിലെ യാത്ര തുടങ്ങിയപ്പോൾ പ്രതീക്ഷിക്കാതെ എതിർ ദിശയിൽ, അതായത് മലയിറങ്ങി വരുന്ന ഭക്തരുടെ രൂപത്തിൽ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നാണ് ഇന്നലെ ആ പ്രതിഷേധം ഉണ്ടായതും അവർക്ക് പ്രാണരക്ഷാർത്ഥം കൂടി പോലീസും ചേർന്ന് അഭയം തേടേണ്ടി വന്നതും ആ സാഹചര്യം ഒരുപക്ഷെ ഇന്നും ഉണ്ടായേക്കാം. ഇത് തന്നെയാണ് പ്രതിഷേധം ശക്തമായ രീതിയിൽ നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സ്ത്രീകളും അവരുടെ നിലപാടിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. പോലീസ് സുരക്ഷയുണ്ട്, വ്യക്തമായ സുരക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാവി തീരുമാനങ്ങളെ കുറിച്ച് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നില്ല. എന്തായാലും പ്രതിഷേധം നാമജപവുമായി അവർ ചുറ്റും തന്നെ ശക്തിപ്പെട്ടു വരികയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അപ്രതീക്ഷിതമായ ദിശകളിൽ നിന്ന് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ മാർഗങ്ങളിൽ നിന്നാണ് ഇത്തരം പ്രതിഷേധങ്ങൾ രൂപം കൊണ്ടുവരുന്നത്. ശരി വിഷ്ണു, തുടരാം. നമ്മോടൊപ്പം ശ്യാം കൂടി ചേരുന്നുണ്ട്. ശ്യാം, ഇപ്പോൾ ലഭിച്ച വിവരം അനുസരിച്ച് അപ്പാച്ചിമേട്ടിൽ ചെറിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. യുവതികളെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത്. അതായത് നിരോധനാജ്ഞ ലംഘിച്ചാണ് ഇന്നലെ പമ്പയിൽ പ്രതിഷേധക്കാർ തമ്പടിച്ച് പ്രതിഷേധം നടന്നത്, അല്ലെങ്കിൽ യുവതികൾക്ക് നേരെ ഒരക്രമം അഴിച്ചുവിട്ടത്. ഇവർ പല സ്ഥലങ്ങളിലായിട്ട് തമ്പടിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധം നടത്തുന്നവർ പല സ്ഥലങ്ങളായി തമ്പടിച്ചിട്ടുണ്ട്. വിഷ്ണു നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ എത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ പോലെ വീണ്ടും ഒരു സംഭവം ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ വലിയ ഭക്തജന തിരക്കാണ് ഇന്ന് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഇന്നലെ തന്നെ ഭക്തർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഇന്നും അതേ സാഹചര്യം തന്നെ തുടരാനുള്ളൊരു മാർഗമാണ് കാണുന്നത്.
അവന്തിക, പ്രധാനമായും കോഴിക്കോട് മലപ്പുറം സ്വദേശികളായ യുവതികൾ പമ്പയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ആദ്യം പമ്പയിലൊന്നും തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധങ്ങൾ അലയടിച്ചിരുന്നില്ല. തുടർന്ന് ഇവർ മലകയറ്റവും കാനനപാത പിന്നിടുകയും ചെയ്തു. കാനനപാത പിന്നിട്ട് അപ്പാച്ചിമേട്ടിൽ എത്തിയ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ പ്രതിഷേധവുമായി ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് കൂടുതൽ പ്രതിഷേധക്കാർ മലയിറങ്ങി അപ്പാച്ചിമേട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പാച്ചിമേട്ടിൽ വെച്ച് യുവതികളെ തടയുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പ്രധാനമായും പുറത്തു വരുന്നത്. ഇത്തരത്തിൽ യുവതികൾ മല കയറുന്നു എന്നുള്ള വിവരം മുകളിൽ നിന്ന് ഇത്തരത്തിൽ സന്നിധാനത്തേക്ക് ലഭിച്ചതിനെ തുടർന്ന് കൂടുതൽ പ്രതിഷേധക്കാർ സന്നിധാനത്ത് തമ്പടിച്ചിരുന്ന കൂടുതൽ പ്രതിഷേധക്കാർ ഇത്തരത്തിൽ മലയിറങ്ങി അപ്പാച്ചിമേട്ടിൽ നിലയുറപ്പിക്കുകയായിരുന്നു. ഇവിടെ നിന്നുകൊണ്ട് യുവതികൾക്ക് നേരെ ഇത്തരത്തിൽ പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രധാനമായും ഇന്നലെ തന്നെ മനിതി സംഘത്തിന് നേരെ ഇത്തരത്തിൽ പ്രതിഷേധം അലയടിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് മനിതി സംഘം ഇത്തരത്തിൽ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത് കൂടുതൽ പ്രതിഷേധക്കാർ ഇവർ വീണ്ടും വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇന്നലെ തന്നെ നൽകിയ സാഹചര്യത്തിൽ ഇവർ വീണ്ടും പ്രതിഷേധക്കാർ സന്നിധാനത്തെ ഇന്നലെയും തുടർന്നിരുന്നു. ഇത് സംസ്ഥാന ഇന്റലിജൻസിന് ഇത്തരത്തിലൊരു റിപ്പോർട്ടും തന്നെ ലഭിച്ചിരുന്നു. ഇവർ ഇത് തന്നെ പ്രധാനമായി ഇത്തരത്തിൽ പോലീസിന് തന്നെ ഈ റിപ്പോർട്ട് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ പോലീസ് കൂടുതൽ വിപുലമായ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇക്കാര്യത്തിൽ പ്രധാനമായി യുവതികളെ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പ്രതിഷേധക്കാർ ഇപ്പോഴും സന്നിധാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. യുവതികൾ കാനനപാത ഇന്ന് രാവിലെ പിന്നിട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വന്ന ഉടൻ തന്നെയാണ് ഇത്തരത്തിൽ പ്രതിഷേധവും മുകളിൽ നിന്ന് ഉണ്ടാവുകയും കൂടുതൽ പ്രതിഷേധക്കാർ ഭക്തരെന്ന നിലയിലെത്തിയ കൂടുതൽ പ്രതിഷേധക്കാർ സന്നിധാനത്ത് തമ്പടിച്ചിരിക്കുന്ന കൂടുതൽ പ്രതിഷേധക്കാർ അപ്പാച്ചിമേട്ടിലേക്ക് എത്തുകയും അപ്പാച്ചിമേട്ടിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ യുവതികൾക്ക് നേരെ ഒരു പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും ഇവിടെ കൂടുതൽ പോലീസ് സേനയെ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. കൂടുതൽ ക്രമീകരണങ്ങളുമായി ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്ന സാഹചര്യമാണ്. ഈ യുവതികൾ ശബരിമലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ പോലീസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ നടത്തിയിരുന്നില്ല. പ്രധാനമായ ഒരു ആശയവിനിമയം തന്നെ യുവതികളൊന്നും തന്നെ നടത്തിയിരുന്നില്ല. പമ്പയിലെത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ പോലീസുകാർ തന്നെ അറിയുന്നത് യുവതികൾ മല ചവിട്ടാൻ എത്തിയിരിക്കുന്നത്. പിന്നീട് ഇവരുടെ കാനനപാതയിൽ ഉടനീളം ഇവർക്ക് സംരക്ഷണം ഒരുക്കുകയാണ് ഇപ്പോൾ നിലവിൽ പ്രതിഷേധം ഉയർന്നിരിക്കുന്ന അപ്പാച്ചിമേട് വരെ പോലീസിന്റെ സംരക്ഷണയിൽ ഇവർ എത്തിയിരിക്കുന്നത്. എന്നാൽ കൂടുതൽ പ്രതിഷേധക്കാർ ഭക്തരെന്ന നിലയിൽ എത്തിയിരിക്കുന്ന കൂടുതൽ പ്രതിഷേധക്കാർ സന്നിധാനത്ത് നിന്ന് ഇത്തരത്തിൽ യുവതികൾ മല ചവിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഇത്തരത്തിൽ പ്രതിഷേധം അപ്പാച്ചിമേട്ടിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമായും പ്രതിഷേധക്കാർ ഇവരെ നിലയുറപ്പിച്ചുകൊണ്ട് മടങ്ങിപ്പോകണമെന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ യുവതികളുടെ നിലപാട് ഇത്തരത്തിൽ മടങ്ങില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് യുവതികളും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും പ്രതിഷേധം അപ്പാച്ചിമേട്ടിൽ തുടരുകയാണ്. ശ്യാം തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം ലെസ്ലി കൂടി ചേരുന്നുണ്ട്. ലെസ്ലി, ഇന്നലെ നാം കണ്ടതാണ് മനിതി സംഘത്തെ പമ്പയിൽ തടഞ്ഞു നിർത്തി ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രതിഷേധക്കാർ പ്രതിഷേധം ഉന്നയിക്കുകയും അതൊരു അക്രമത്തിലേക്ക് മാറുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ 2 യുവതികൾ പോലീസ് സഹായമില്ലാതെയാണ് മല ചവിട്ടാൻ എത്തിയത്. എന്നാൽ ഇവർ എത്തുന്നത് അറിഞ്ഞ് പോലീസ് അവർക്ക് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവർ അപ്പാച്ചിമേട്ടിലെത്തി അവിടെ ചെറിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. അവരെ അവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യുവതികളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മല കയറും എന്ന് തന്നെയാണ് യുവതികൾ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നത്. ഇന്നലെ ഉണ്ടായ ഒരു സംഭവം ഇന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയല്ലേ ഇന്നവിടെ കാണുന്നത്? അവന്തിക, സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് തങ്ങൾ മലകയറിയതെന്നാണ് അഡ്വക്കേറ്റ് ബിന്ദു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഉറച്ച തീരുമാനത്തിലാണ് മുൻപോട്ട് പോകുന്നത്. രാവിലെ ഏകദേശം 5 മണിയോടുകൂടിയായിരുന്നു ഇവർ പമ്പയിൽ എത്തിയത്. പമ്പയിൽ നിന്നും ഇവർ നടന്നു പോകുന്ന ഘട്ടത്തിൽ ഇവരുടെ പ്രായം സംബന്ധിച്ച സംശയം പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ സുരക്ഷ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഇവർ മുമ്പോട്ട് പോകുകയായിരുന്നു. ഇവരെ പോലീസ് അനുഗമിക്കുകയും ചെയ്തു. 42ഉം 44 വയസ്സുമുള്ള 2 പേരാണ് ഇവർ. ബിന്ദു അഡ്വക്കേറ്റ് കൂടിയാണ്. ഒപ്പം തന്നെ കനകദുർഗ, അവർ സെയിൽസ് അസിസ്റ്റന്റ് മാനേജറാണ് സപ്ലൈകോയിലെ. ഇവർ 2 പേരും യാതൊരു പ്രശ്നവുമില്ലാതെയാണ് അപ്പാച്ചിമേട് വരെ എത്തിയത്. പോലീസ് പിന്തുടരുന്നതിനാണ് ഇവർ പ്രതിഷേധക്കാർ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പമ്പയിൽ ഉണ്ടായ പ്രതിഷേധം. പമ്പയിലെ ആദ്യഘട്ടത്തിൽ 50ഓളം പ്രവർത്തകരായിരുന്നു ഇതുമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. പിന്നീട് തുടർന്നാണ് മരക്കൂട്ടവും അപ്പാച്ചിമേടിൽ നിന്നുള്ള കൂടുതൽ പ്രവർത്തകർ താഴേക്ക് എത്തി പ്രതിഷേധം ശക്തമാക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും അക്രമത്തിലേക്ക് കലാശിക്കുകയും ചെയ്തത്. സമാനമായ രീതിയിൽ അപ്പാച്ചിമേട് വരെ ഇവർ എത്തപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പോലീസിന്റെ വലിയ സംരക്ഷണമൊന്നുമില്ലാതെ 2 യുവതികൾ അപ്പാച്ചിമേട് വരെ എത്തുക എന്നുള്ളതാണ്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ സുരക്ഷ ഒരുക്കേണ്ടത് പോലീസിന്റെ കടമയാണ് എന്നാണ് ബിന്ദു മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇവർക്കെതിരെ ശക്തമായ പ്രതിഷേധം, വലിയ തോതിലുള്ള പ്രതിഷേധം ഇവർക്കെതിരെ ഉയരുന്നുണ്ട്. കാരണം ഇവർ നടപ്പന്തലിലേക്ക് എത്തുമ്പോഴാവും
ഏറ്റവും വലിയ വിഷയം, അതായത് പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. കാരണം കോഴിക്കോട് സ്വദേശിയായ ബിന്ദു, മലപ്പുറം സ്വദേശിനിയായ കനകദുർഗ എന്നിവരാണ് ഇപ്പോൾ മലയിൽ കയറിയിട്ടുള്ളത്. എന്തായാലും ഇവർ നടപ്പന്തലിലേക്ക് എത്തുമ്പോഴായിരിക്കും വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാഹചര്യം ഒരുങ്ങുക. എന്തായാലും ഇവർ ഉറച്ച തീരുമാനത്തിലാണ്, എന്തു വന്നാലും സന്നിധാനത്തെത്തി ദർശനം നടത്തുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇരുവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് കൂടുതൽ സുരക്ഷ ഒരുക്കി ഇവർക്ക് സുരക്ഷ ഒരുക്കേണ്ട ബാധ്യത പോലീസിന് ഉണ്ട്. പ്രതിഷേധക്കാർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നാണ് ബിന്ദു പറയുന്നത്. അതുകൊണ്ട് തന്നെ ദർശനം നടത്താൻ സുരക്ഷ നൽകേണ്ടത് പോലീസിന്റെ കടമയാണ് എന്നുള്ള ഒരു നിലപാടാണ്. നിയമധാരി കൂടി ആയ ബിന്ദു നിയമത്തിന്റെ എല്ലാ വശങ്ങളും അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അപ്പാച്ചിമേട്ടിൽ ഇരിക്കുന്നത്. എന്തായാലും ഇവരെ അപ്പാച്ചിമേട്ടിൽ പ്രതിഷേധക്കാർ തടഞ്ഞു ഇരിക്കുകയാണ്. സംഘർഷഭരിതമായ രംഗങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇപ്പോൾ പോലീസ് സംരക്ഷണത്തിൽ തന്നെയാണ്. വനിതാ പോലീസ് അടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. എന്തായാലും നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റു വലിയ പ്രതിഷേധങ്ങളിലേക്ക് വഴിവെക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അപ്പാച്ചിമേട് വരെ 2 യുവതികൾ അത് പോലീസ് സംരക്ഷണം ഒരുക്കാതെ തന്നെ എത്തപ്പെട്ടു എന്നുള്ളതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം നാം കണ്ടതാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള യുവതികൾ എത്തുകയും ഇവരെ പ്രതിഷേധക്കാർ മടക്കി അയക്കുകയും ചെയ്യുന്ന സാഹചര്യം. ഒപ്പം തന്നെ രാത്രി ചെന്നൈയിൽ നിന്നുള്ള 3 സംഘം പമ്പയിലേക്ക് തിരിച്ചിരുന്നു. അവർ ബസ് മാർഗം കോട്ടയത്തെത്തുകയും കോട്ടയത്ത് നിന്ന് പാമ്പാടി പോലീസിൽ സുരക്ഷ ഒരുക്കിക്കൊണ്ട് അവരെ പത്തനംതിട്ടയിൽ എത്തുകയും ചെയ്തിരുന്നു. ഇവർക്ക് ഇവിടുത്തെ വിഷയങ്ങൾ ഉണ്ടായ സംഭവങ്ങൾ പോലീസ് വിശദീകരിച്ചിരുന്നു. ഞങ്ങൾക്ക് പമ്പയിൽ ദർശനം നടത്തേണ്ട, ഞങ്ങൾക്ക് മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള അവസരം ഒരുക്കണമെന്നായിരുന്നു ഇന്നലെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെത്തിയ ഈ 3 യുവതികൾ ആവശ്യപ്പെട്ടത്. എന്നാൽ പോലീസ് ഇവരുടെ ഐഡന്റിറ്റി തെളിയിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. ഇതിനുശേഷം ഞങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങിയാൽ മതിയെന്ന ഇവർ പറയുകയും ഇതനുസരിച്ച് പോലീസ് ഈ 3 സ്ത്രീകളെ തിരിച്ചയക്കുകയുമാണ് ചെയ്തത്. ഇതിന്റെ ഇടയിലാണ് ഇന്ന് രാവിലെ 2 യുവതികൾ ബിന്ദുവും ഒപ്പം തന്നെ കനകദുർഗയും സന്നിധാനത്തേക്ക് തിരിച്ചത്. ഇത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ പോലീസ് നിലവിൽ സുപ്രീം കോടതി വിധി നിലനിൽക്കുന്നത് കൊണ്ട് ഇവരുടെ പ്രായം പരിശോധിക്കേണ്ട ബാധ്യത പോലീസിനില്ല. എന്നാൽ യുവതികളാണ് എന്ന് മനസ്സിലാക്കിയതും സംശയമുള്ളത് കൊണ്ടും ഇവരെ അനുഗമിക്കുകയായിരുന്നു പോലീസ് ചെയ്തത്. എന്തായാലും ഇവർ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ബിന്ദുവും കനകദുർഗയും ഇപ്പോഴും അപ്പാച്ചിമേട്ടിൽ പ്രതിഷേധക്കാർ തടഞ്ഞിട്ടുണ്ട്. ഇവർക്ക് സുരക്ഷ ഒരുക്കി പോലീസും ഒപ്പം ഇവിടെയുണ്ട്. ലെസ്ലി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ മറുവശത്ത് പ്രതിഷേധക്കാരുമുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് പമ്പയിൽ മനിതി പ്രവർത്തകരെ തടഞ്ഞു വെച്ചുകൊണ്ട് ആദ്യം പ്രതിഷേധമായിരുന്നു. എന്നാൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് യുവതികൾക്ക് മുന്നോട്ട് പോകാനായത്. ആ സമയത്താണ് ഇവർക്ക് നേരെ ഒരു അക്രമം ഉണ്ടായത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നും ഏത് തരത്തിലായിരിക്കും ഇവരിപ്പോൾ പ്രതിഷേധക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, എങ്ങനെയായിരിക്കും ഇനി ഇവരുടെ മുന്നോട്ടുള്ള യാത്ര? ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ പോലീസ് സുരക്ഷ ഒരുക്കുക എന്നുള്ളത് പോലീസിന്റെ കടമയാണ്. പോലീസ് അത് നിർവഹിക്കുമ്പോൾ മുമ്പോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് പ്രതിഷേധക്കാരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് നീക്കിയതുപോലെ തന്നെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി തന്നെയായിരിക്കും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. കാര്യം 144 നിലനിൽക്കുന്ന ഘട്ടമാണ്. ഇത്തരം നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് സന്നിധാനത്തും അപ്പാച്ചിമേട്ടിലും ഇന്നലെ പമ്പയിലും ഉണ്ടായത്. ഇന്നലെ പമ്പയിൽ 40ഓളം പേർക്കെതിരെ പോലീസ് ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ന് സമാനമായ രീതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയാണ് നിൽക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള സംഘർഷം ഒഴിവാക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടാവും. സ്ത്രീകൾ മുൻപോട്ട് പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് വലിയ സംഘർഷത്തിലേക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. പോലീസ് ക്രമസമാധാന പ്രശ്നം ഇല്ലാതെ തന്നെ ഇവരെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും ഇവരുടെ നിലപാട്
വളരെ ഇതാണ്. ഇപ്പോൾ ഇവിടെ പ്രതിഷേധക്കാരെ പോലീസ് നീക്കുന്ന സാഹചര്യമാണുള്ളത്. മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. 144 നിലനിൽക്കുന്നുണ്ട്. പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകണമെന്നുള്ള ആവശ്യം പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നയിച്ചു. പക്ഷെ ഇതൊന്നും വകവയ്ക്കാതെ തന്നെയാണ് പ്രതിഷേധക്കാർ ഇരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശേഷം ഇവർക്ക് മുൻപോട്ട് പോകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ സുരക്ഷയൊരുക്കി മുൻപോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഇവർ മുൻപോട്ട് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്തായാലും ഇവരെ പോലീസ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ള. പ്രതിഷേധക്കാരെ മാറ്റിക്കൊണ്ട് ഇവർക്ക് സന്നിധാനത്തേക്ക് എത്താനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സാധാരണ നാളെ വരെ വന്ന യുവതികളെ പോലെയല്ല ഇവർ വിദ്യാഭ്യാസമുള്ളവരാണ്. പ്രത്യേകിച്ച് നിയമ വിദഗ്ധ കൂടിയാണ് ബിന്ദു എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസിനെ മറ്റുള്ളവരെ മടക്കിയതുപോലെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇവരെ മടക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാര്യം വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് തന്നെ ഇവർ കൃത്യമായി തന്നെ നിയമ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇവർക്ക് മുൻപോട്ട് പോകാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ പ്രതിഷേധം നിലനിൽക്കുന്ന ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അത്തരത്തിൽ മുമ്പോട്ട് പോകുക തന്നെ ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അപ്പാച്ചിമേട്ടിൽ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതായാണ് ലഭിക്കുന്ന വിവരം. ഇന്നലെയും ഇതേ സാഹചര്യം തന്നെയായിരുന്നു. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് യുവതികൾക്ക് നേരെ ഒരു ഭാഗത്ത് നിന്ന് അക്രമം ഉണ്ടായത്. തീർച്ചയായും ഞാൻ നേരത്തെ അവാന്തിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ പമ്പയിൽ നിന്നും പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി മുൻപോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലായിരുന്നു അക്രമം ഉണ്ടായത്. എന്നാൽ സമാനമായ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പോലീസ് പ്രതിഷേധക്കാരെ നീക്കിക്കൊണ്ട് രണ്ട് യുവതികളെയുമായി സന്നിധാനത്തേക്ക് എത്തുകയാണ്. സന്നിധാനത്ത് ഉണ്ടാകാൻ പോകുന്ന വിഷയം നമുക്കറിയാം. രഹ്ന ഫാത്തിമ സന്നിധാനത്ത് ഇത്തരത്തിൽ പ്രതിഷേധക്കാരുടെ പ്രതിഷേധങ്ങൾ മറികടന്നുകൊണ്ട് പോലീസ് സുരക്ഷയിൽ സന്നിധാനത്ത് നടപ്പന്തൽ വരെ എത്തുകയും ഈ ഘട്ടത്തിൽ തന്ത്രി നട അടച്ചിടുമെന്ന ഭീഷണി മുഴക്കുകയും ചെയ്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. സമാനമായ സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ സന്നിധാനത്തുള്ളത്. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ കൂടുതൽ പ്രതിഷേധക്കാരെ ഒഴിവാക്കിക്കൊണ്ട് പോലീസ് ഇപ്പോൾ ഇവരെ മുൻപോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിൽ യുവതികൾക്ക് നേരെ വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഇവരെയും കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള തീരുമാനം പോലീസ് എടുത്തിരിക്കുന്നു. കാരണം നിയമപരമായി പോലീസിന് ചെയ്യാൻ കഴിയുന്നത് അത്രമാത്രമാണ്. കാര്യം നിയമവിദഗ്ധ കൂടിയായ ബിന്ദു അത്തരത്തിൽ പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ടു. സുരക്ഷ ഒരുക്കേണ്ടത് പോലീസിന്റെ ബാധ്യതയാണ്. ഭരണഘടനാപരമായ ബാധ്യത പോലീസിനുണ്ട് എന്ന് പോലീസിനോട് വ്യക്തമാക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതിഷേധക്കാരെ തള്ളി മാറ്റിക്കൊണ്ട് അവരെ അവിടുന്ന് മാറ്റിക്കൊണ്ട് ഈ രണ്ട് യുവതികളുമായി പോലീസ് സന്നിധാനത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും പ്രതിഷേധം ശക്തമായി തന്നെ ഇപ്പോഴും തുടരുന്ന സാഹചര്യം നിലനിൽക്കുന്നു. അവാന്തിക, ലെസ്ലി, അതുപോലെ തന്നെ ഇപ്പോൾ യുവതികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. മറുവശത്ത് പ്രതിഷേധക്കാരും പ്രതിഷേധിക്കുന്നുണ്ട്. ഇവരെയെല്ലാം തടഞ്ഞു നിർത്തിക്കൊണ്ട് യുവതികളുമായി പോലീസ് സന്നിധാനത്ത് എത്തുകയാണെങ്കിൽ ഇതൊരു ചരിത്ര മുഹൂർത്തം തന്നെ ആയിരിക്കില്ലേ? സന്നിധാനത്ത് ഇതിനു മുൻപേ രഹ്ന ഫാത്തിമയും ഒപ്പം തന്നെ കവിത കൃഷ്ണമൂർത്തി എന്ന മാധ്യമപ്രവർത്തകയും സമാനമായ രീതിയിൽ പോലീസ് എത്തിച്ചിരുന്നു. നടപ്പന്തലിന് തൊട്ടു മുമ്പിലായി വലിയ തോതിലുള്ള പ്രതിഷേധത്തെ തുടർന്ന് ഇവർ പിന്നീട് മടങ്ങുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഭരണഘടന ഉത്തരവിന് ശേഷം സന്നിധാനത്തേക്ക് എത്തുന്ന ആദ്യ സ്ത്രീകൾ ഇവരല്ല. ഇത് രഹ്ന ഫാത്തിമയ്ക്കും കവിത എന്ന മാധ്യമപ്രവർത്തകയാണ് ഇത്തരത്തിൽ ആദ്യമായി സന്നിധാനത്തേക്ക് എത്തുന്നത്. അപ്പാച്ചിമേട് വരെ ഇതിനു മുമ്പും സ്ത്രീകൾ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ദേശീയ മാധ്യമത്തിന്റെ ലേഖിയെ അപ്പാച്ചിമേട്ടിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി പോലീസ് ശക്തമായ സുരക്ഷ ഒരുക്കിക്കൊണ്ട് പ്രതിഷേധക്കാരെ നീക്കിക്കൊണ്ട് ഇവരുമായി സന്നിധാനത്തേക്ക് തിരിച്ചിരിക്കുകയാണ്. ഇവർ സന്നിധാനത്ത് എത്തുമ്പോൾ കൂടുതൽ സംഘപരിവാർ പ്രവർത്തകർ അവിടെ സംഘടിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, തുലാമാസ പൂജകളിൽ ലളിത എന്ന
52-കാരിയെ ക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ച കണ്ടതാണ്. കൊച്ചുമകന്റെ ചോറൂണിന് വന്ന ഘട്ടത്തിൽ ഒരു കുടുംബത്തെ ആകമാനം ആക്രമിക്കുന്ന ദാരുണമായ കാഴ്ച സന്നിധാനം ഇതിനു മുമ്പും സന്നിധാനം കണ്ടിട്ടുണ്ട്. അത്തരത്തിലേക്കുള്ള ആ കാഴ്ച ആവർത്തിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. കാരണം ഏകദേശം 250-ലധികം സംഘപരിവാർ പ്രവർത്തകർ സ്ഥിരമായി ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ് സന്നിധാനം. അത്തരത്തിൽ അവർ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന അക്രമം അത് പോലീസ് നിലവിലത്തെ സംവിധാനം പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാണ്. സന്നിധാനത്ത് പമ്പയേക്കാൾ കൂടുതൽ ശക്തമായ പോലീസ് സാന്നിധ്യം ഈ ഘട്ടത്തിൽ സന്നിധാനത്തുണ്ട്. ഏകദേശം 1350ഓളം പോലീസുകാർ ഉൾപ്പെടെയുള്ള വലിയൊരു സായുധ സംഘമാണ് സന്നിധാനത്ത് വിന്യസിച്ചിരിക്കുന്നത്. മാത്രമല്ല 144 പ്രഖ്യാപിച്ചതുകൊണ്ട് നടപ്പന്തൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആളുകൾ തടിച്ചുകൂടുക അത്ര എളുപ്പമാവില്ല. കാര്യം കൃത്യമായി ബാരിക്കേഡുകൾ കെട്ടിക്കൊണ്ടുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് തുടക്കം മുതൽ തന്നെ ഈ തീർത്ഥാടന കാലത്തിന്റെ തുടക്കം മുതൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ലെസ്ലി, ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവർ അപ്പാച്ചിമേട്ടിൽ നിന്നും പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ട് പോലീസ് ഇവരുമായി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അടുത്ത നിമിഷം ഇവർ എത്തുക മരക്കൂട്ടത്തായിരിക്കും. ഇനിയൊരു പ്രതിഷേധം ഉണ്ടാവുക മരക്കൂട്ടത്തും, അത് കഴിഞ്ഞാൽ നടപ്പന്തലിലുമായിരിക്കും. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകുന്ന വഴിയിൽ വീണ്ടും പ്രതിഷേധക്കാർ തടിച്ചുകൂടുന്നതായോ അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? സ്വാഭാവികമായും ഈ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഉള്ള വഴികളിലെല്ലാം തന്നെ ഇത്തരത്തിൽ സംഘപരിവാർ പ്രവർത്തകർ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. 3 സ്ഥലങ്ങളിലായിട്ടാണ് ഇവരുടെ കേന്ദ്രീകരണം ഉള്ളത് എന്നാണ് നമുക്ക് മുൻപ് തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒന്ന് പമ്പ, ഒപ്പം തന്നെ മരക്കൂട്ടം, മറ്റൊന്ന് സന്നിധാനം. ഇതിൽ ഈ അപ്പാച്ചിമേട്ടിൽ അപ്രതീക്ഷിതമായ പ്രതിഷേധം ഉണ്ടായെങ്കിൽ ആസൂത്രിതമായ പ്രതിഷേധമാകാം മരക്കൂട്ടത്ത് ഉണ്ടാകാൻ പോകുന്നത്. കാരണം മരക്കൂട്ടം എന്ന് പറയുന്നത് ഒരു സമതല പ്രദേശമാണ്. അപ്പാച്ചിമേട്ടിനൊക്കെ പോലെ ഒരു വലിയ കയറ്റം ഉള്ള സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് പ്രതിഷേധിക്കാൻ അവസരം ലഭ്യമാവുന്ന തരത്തിൽ വിസ്തൃതമായ ഭൂപ്രകൃതിയാണ് മരക്കൂട്ടത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ മരക്കൂട്ടത്ത് സ്പെഷ്യൽ ഓഫീസർ തന്നെ ഉണ്ട്. കാര്യം സുരക്ഷ ഒരുക്കുന്നതിന് പോലീസിന് മരക്കൂട്ടത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. പ്രത്യേകം ഒരു SP-യുടെ നേതൃത്വത്തിൽ തന്നെ മരക്കൂട്ടത്ത് പ്രത്യേക സേനാവിന്യാസമുണ്ട്. അതുകൊണ്ട് ആ സേനാവിന്യാസങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളിൽ നിന്നും സേനാവിന്യാസത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാരുമായി നമുക്ക് സംസാരിക്കാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാകുമ്പോഴും പോലീസ് കൃത്യമായി തന്നെ അവരുടെ ചുമതല വഹിക്കാൻ ബാധ്യസ്ഥരായ പോലീസ് അത് വഹിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും മുമ്പോട്ട് ഇവരെ സന്നിധാനത്തേക്ക് എത്തിക്കുന്ന നടപടിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും സന്നിധാനത്ത് എത്തി ഇവർ 18ാം പടി കടന്ന് മുമ്പോട്ട് പോകുകയാണെങ്കിൽ സന്നിധാനത്ത് നടയടയ്ക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. നേരത്തെയും നമ്മളിത് കണ്ടതാണ്. രഹ്ന ഫാത്തിമ ഉൾപ്പെടെയുള്ളവർ മല കയറുമെന്ന ഘട്ടം എത്തുന്ന സമയത്ത് സംഘപരിവാർ പ്രവർത്തകരുടെ ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് തന്ത്രി അന്ന് നിലപാട് സ്വീകരിച്ചത്. നട അടച്ചിടാനുള്ള തീരുമാനമായിരുന്നു അന്നുണ്ടായിരുന്നത്. അത്തരത്തിൽ നട ഇട്ടുകൊണ്ട് ആചാര സംരക്ഷണം നടത്തുമെന്നുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു. അത്തരം സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അന്ന് പന്തളം രാജകൊട്ടാരത്തിന്റെ കത്ത് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം ലഭിച്ചതിന് ശേഷമാണ് നട അടയ്ക്കാനുള്ള തീരുമാനം തന്ത്രി കൈക്കൊള്ളുന്നത്. അത്തരം തീരുമാനങ്ങളിലേക്ക് തന്ത്രി ഇത്തവണയും പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കഴിഞ്ഞ ദിവസം മനിതി പ്രവർത്തകർ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മനിതി പ്രവർത്തകർ ആ പ്രവർത്തകരുടെ ഒരു വികാരം തുടരാം. ഇപ്പോൾ നമ്മോടൊപ്പം വിഷ്ണു കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, യുവതികളെ അപ്പാച്ചിമേട് പിന്നിട്ട് പ്രതിഷേധക്കാരെ മാറ്റിക്കൊണ്ട് തന്നെ പോലീസ് ഇവരുമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രതിഷേധം ഉണ്ടാവുക മരക്കൂട്ടത്തായിരിക്കും. ഇപ്പോൾ മരക്കൂട്ടത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചതായുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ ഉണ്ടാകുന്നത്? മറ്റു വിവരങ്ങൾ കൂടി. വരുന്ന സ്ത്രീകളുടെ യാത്ര അതിൽ നാമജപവുമായി വഴിയിൽ പ്രതിഷേധം ഇരമ്പുകയാണ്. ഭക്തരൊരു വിഭാഗത്തും അതുപോലെ തന്നെ പ്രതിഷേധവുമായി വേറൊരു വിഭാഗവുമുണ്ട്. ഇവർ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് വന്ന് ആ പ്രതിഷേധം സൃഷ്ടിക്കുന്നത്. അതിനൊപ്പം തന്നെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അവരോട് ശബരിമലയിലേക്ക് വരരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് സ്ത്രീകൾ അറിയിച്ചിട്ടുള്ളത്. സർക്കാരിനും അതുപോലെ തന്നെ പോലീസിനും വിശ്വാസമുണ്ടെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തായാലും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
അടുത്ത ലക്ഷ്യസ്ഥാനം മരക്കൂട്ടമാണ്. അവിടെയും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് സാഹചര്യമുണ്ട്. പക്ഷേ അവിടെ ഏത് രീതിയിലുള്ള പ്രതിഷേധം എവിടെ എപ്പോൾ ആരംഭിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് പ്രതിഷേധവുമായി ബന്ധപ്പെടുത്തി മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും സ്ത്രീകൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധം നാമജവുമായി പ്രതിഷേധം വേറൊരു ഭാഗത്തുകൊണ്ട് കൂടിയാണ് സ്ത്രീകൾ ഇപ്പോൾ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ മരക്കൂട്ടുള്ള സാഹചര്യമുണ്ട്. നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ ഏതെല്ലാം രീതിയിൽ ഇനി പ്രതിഷേധം മാറും എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് അല്പസമയത്തിന് അറിയാൻ സാധിക്കും. എന്തായാലും യാത്ര പോലീസ് സംരക്ഷണയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മരക്കൂട്ടം കഴിഞ്ഞാൽ പിന്നീട് സന്നിധാനത്തേക്ക് കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ. പിന്നെ മരക്കൂട്ടത്തിലെ പ്രതിഷേധങ്ങളെ അതിജീവിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ മുൻപിലുള്ള ആദ്യത്തെ ഒരു കടമ്പയായി തന്നെ നമ്മൾ കാണേണ്ടത്. അംബിക, വിഷ്ണു, അത് തന്നെയാണ്. മരക്കൂട്ടം കഴിഞ്ഞാൽ ഏകദേശം കഷ്ടിച്ച് ഒരു കിലോമീറ്റർ അത്ര മാത്രമേ ഉള്ളൂ സന്നിധാനത്തെത്താൻ. എന്നാൽ പടി ചവിട്ടിയാൽ തന്നെ മുമ്പ് നമ്മൾ കണ്ടതാണ്, രഹ്ന ഫാത്തിമയെ പോലുള്ളവർ നടപ്പന്തലിൽ എത്തിയപ്പോൾ ആചാരലംഘനം ഉണ്ടായാൽ നടയടയ്ക്കുമെന്നൊരു തീരുമാനമാണ് തന്ത്രി അടക്കമുള്ളവർ എടുത്തത്. ഇത്തരത്തിൽ പോലീസ് ഇവരെ സുരക്ഷിതമായി സന്നിധാനത്ത് എത്തിച്ചാൽ തന്നെ ഈ നടയടയ്ക്കുമെന്ന ഒരു നിലപാടിലേക്ക് തന്ത്രിയും മറ്റംഗങ്ങളും പോയാൽ തന്നെ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും തന്ത്രിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രസ്താവനയുണ്ടായി. എന്തായാലും പക്ഷേ യുവതികൾ പറഞ്ഞിരിക്കുന്നത് തന്ത്രി അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഈ ഒരു കാര്യത്തിൽ ചിലർ അതിന് തക്കം പാർത്തിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലെല്ലാം തന്നെ അവർ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനെ ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിക്കുക എന്നാണ് പോലീസിന്റെ ദൗത്യം. അത് അവർ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രതിഷേധക്കാരെയും പോലീസ് മാറ്റിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മരക്കൂട്ടം എത്താറായിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ സംഘം മരക്കൂട്ടം എത്താറായിരിക്കുന്നു. പ്രതിഷേധങ്ങളും അതിനൊപ്പം തന്നെ തുടരുന്നുണ്ട്. എന്തായാലും ഈ മരക്കൂട്ടത്തിന് ഏത് രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരിക്കും ഉണ്ടാവുക എന്നത് നമുക്ക് അല്പസമയത്തിനേക്ക് അറിയാൻ സാധിക്കും. എന്തായാലും യുവതികൾ തങ്ങളുടെ തീരുമാനത്തിൽ വ്യതിചലിക്കാതെ യാത്രയുമായി മുന്നോട്ട് പോവുക തന്നെയാണ് അന്തിക. അതോടൊപ്പം തന്നെ വിഷ്ണു, ഇന്ന് വലിയ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഇനി 3 നാളുകൾ മാത്രമേ ഉള്ളൂ ശബരിമല നടയടയ്ക്കാൻ. അത്തരത്തിൽ നോക്കുമ്പോൾ ഇനി വരും ദിവസങ്ങളിലും ഇന്ന് തന്നെ വരും മണിക്കൂറുകളിലും കൂടുതൽ ഭക്തർ ശബരിമലയിലേക്ക് എത്തും. ഇന്നലെ പമ്പയിൽ ഇതുപോലെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ തന്നെ അത് ഭക്തർക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഇത്തരത്തിൽ വീണ്ടും ഒരു പ്രതിഷേധം ഉടലെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് വലിയ രീതിയിലേക്ക് ഇന്നലത്തെ പോലെ അക്രമത്തിന്റെ പാതയിലേക്ക് പോവുകയാണെങ്കിൽ ഭക്തർക്ക് അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? തീർച്ചയായും ഇന്നലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മനീതി എന്ന് പറയുന്ന അവരുടെ ഒരു സംഘടന, അതിൽപ്പെട്ട 11 അംഗങ്ങൾ ശബരിമലയിലേക്ക് പുറപ്പെടാൻ പമ്പയിൽ നിന്ന് തയ്യാറായപ്പോൾ തന്നെ ഇത്തരത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന ആ ഭാഗത്തു നിന്ന് സ്വാമി അയ്യപ്പൻ റോഡിൽ നിന്നാണ് പ്രതിഷേധക്കാർ ഓടിയെത്തിയതും തടഞ്ഞതും. ഇന്നലത്തെ ദിവസം തന്നെ മറ്റൊരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ മറ്റൊരു കണക്കൂട്ടിലൂടെ നമ്മൾ വിശകലനം ചെയ്താൽ ഇന്നലെ 1 ലക്ഷത്തിലധികം ഭക്തജനങ്ങൾ ശബരിമലയിൽ ദർശനം നടത്തിയെന്നൊരു പറഞ്ഞു. അതായത് ശബരിമലയിലെ ഭക്തജന തിരക്ക് കൂടുന്നതിനനുസരിച്ച് പ്രതിഷേധം അതിശക്തിപ്പെടാനുള്ള സാഹചര്യവും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളമാണ് പ്രതിഷേധം വളരുന്നത് എന്ന കാര്യവും നമ്മൾ ഇപ്പോൾ അത് ഏതെല്ലാം രീതിയിലാവുമെന്നതും ഇന്നത്തെ വരുന്ന ഭക്തരുടെ എണ്ണം വെച്ച് തന്നെ നമ്മൾ കണക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു. ഇന്ന് ഏകദേശം രാവിലെ നട തുറന്നതിന് ശേഷം 10,000-കണക്കിന് ഭക്തരാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അംബിക, ശരി വിഷ്ണു, തുടരുക. നമ്മോടൊപ്പം ലെസ്ലി കൂടി ചേരുന്നുണ്ട്. ലെസ്ലി, യുവതികളെയും കൊണ്ട് പോലീസ് മരക്കൂട്ടം എത്താറായെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മരക്കൂട്ടത്ത് എന്തായാലും ഒരു പ്രതിഷേധം ഉറപ്പാണ്. അവിടെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സന്നിധാനത്തും ഇപ്പോൾ കൂടുതൽ പോലീസിനെ വിന്യസിച്ചതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന മറ്റു വിവരങ്ങൾ കൂടി. ഇപ്പോൾ യുവതികൾ മരക്കൂട്ടത്ത് എത്തിയിട്ടുണ്ട്. ഇവരെ കൊണ്ട് മരക്കൂട്ടത്ത് എത്തിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവർ ഇവിടെ നിന്നും ഇനി 1.5 കിലോമീറ്റർ മാത്രമാണ് ഇവർക്ക് ഇനി മുൻപോട്ട് പോകാനുള്ള സാഹചര്യമുള്ളത്. 1.5 കിലോമീറ്ററോട് എത്തുമ്പോൾ നടപ്പന്തലിലേക്ക് എത്തുന്നു. ഈ നടപ്പന്തലിൽ നിന്നും പിന്നീട് നടപ്പന്തൽ വഴി 18-ാം പടിക്ക് താഴെ വരെ എത്തിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മരക്കൂട്ടം കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ
യുവതികൾ മുൻപോട്ട് പോവുകയാണ്. യുവതികളുമായി മുൻപോട്ട് പോകുമ്പോൾ തന്നെ പ്രതിഷേധത്തിന്റെ ആഴം കൂടുന്നുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും പ്രതിഷേധക്കാരെ പോലീസ് കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. യാതൊരു തരത്തിലും യുവതികൾക്ക് നേരെ അക്രമം ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ യുവതികൾ മുൻപോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളിതുവരെ ശബരിമല ദർശനത്തിന് എത്തിയ സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഇവർ. കാര്യം വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, വളരെ വിദ്യാസമ്പന്നരാണ് ഇവർ. അതിൽ ഒരാൾ നിയമം കൈകാര്യം ചെയ്യുന്ന വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇവരെ നാളിതുവരെ മറ്റുള്ളവരെ തിരിച്ചയച്ചതുപോലെ കാര്യങ്ങൾ ധരിപ്പിച്ച് പുറത്ത് നിർത്താൻ കഴിയില്ല. അവർ ശക്തമായ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ മുൻപോട്ട് പോകുന്നത്. അവർക്ക് തന്നെ ഏറ്റവും പ്രധാനമായത് ബിന്ദു പറഞ്ഞ കാര്യമാണ്, പ്രതിഷേധക്കാരുടെ രാഷ്ട്രീയം അറിയാം. അത് കണ്ട് മടങ്ങാനല്ല ഞാൻ വന്നത്, ദർശനം നടത്താൻ തന്നെയാണ്. ദർശനം നടത്തിയിട്ട് മടങ്ങൂ എന്നുള്ളതാണ് അവർ പോലീസിനോട് വ്യക്തമാക്കിയത്. അത്തരത്തിൽ ഇപ്പോൾ ശബരിമലയിൽ നടക്കുന്ന പ്രതിഷേധത്തിന് പിന്നിൽ കൃത്യമായി സംഘം പ്രവർത്തകരാണ് എന്നുള്ള തിരിച്ചറിവുള്ള ഒരു യുവതി കൂടിയാണ് മലചവിട്ടുന്നത് എന്നുള്ളതിന്റെ പ്രത്യേകത നമുക്ക് പറയാതെ തന്നെ പ്രേക്ഷകർക്ക് ഒരു കാര്യങ്ങൾ മനസ്സിലാവുന്നതാകും. അത്തരത്തിലുള്ള രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഭക്ത വ്രതമെടുത്തുകൊണ്ട് മലചവിട്ടാൻ എത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അത് മുൻപ് ഒന്നും ഉണ്ടാകാത്ത ഒരു പ്രത്യേക സാഹചര്യമാണ്. കാര്യം വിശ്വാസി അല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയില്ല. കൃത്യമായി മാലയിട്ട് വ്രതം അനുഷ്ഠിച്ച് വരുന്ന ഒരു യുവതിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഭക്തർ ആരും തന്നെ ഇവരെ തടയില്ല എന്നുള്ളത് ഉറപ്പാണ്. കാര്യം മുൻ കാലങ്ങളിലും അത്തരത്തിൽ പ്രതിഷേധം നടത്തിയതൊന്നും ഭക്തന്മാരായിരുന്നില്ല, അത് സംഘപരിവാർ പ്രവർത്തകരായിരുന്നു. സംഘപരിവാർ സംഘടിതമായി കേന്ദ്രീകരിക്കുന്ന സ്ഥലം തന്നെയാണ് മരക്കൂട്ടം. അവിടെ വലിയ പ്രതിഷേധം അപ്പാച്ചിമേട്ടിൽ ഉണ്ടായതുപോലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെ പ്രതിഷേധക്കാർ ദുർബലപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. കാരണം ശബരിമലയിൽ തീർത്ഥാടനം കഴിഞ്ഞ് ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന ആരും തന്നെ ഇവരെ ആക്രമിക്കാനുള്ള സാധ്യത പോലീസ് കാണുന്നില്ല. നമ്മൾ നാളിതുവരെ കണ്ട അക്രമങ്ങളിലും അത്തരത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ശബരിമലയിൽ ദർശനത്തിന് എത്തുന്നവർ ആരും തന്നെ ഈ പ്രതിഷേധങ്ങൾ ഭാഗവാക്കാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും സന്നിധാനത്തേക്ക് അവർ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. മരക്കൂട്ടത്ത് കാര്യമായി പ്രതീക്ഷിച്ചത്ര മാധ്യമങ്ങൾ പ്രതീക്ഷിച്ച അത്ര ഉള്ള ഒരു പ്രതിഷേധം ഉണ്ടാക്കാൻ സംഘപരിവാർ പ്രവർത്തകർക്കായില്ല. ഒരുപക്ഷെ ഈ പിന്മാറ്റം, അതായത് മരക്കൂട്ടത്തിന്റെ പ്രതിഷേധത്തിന്റെ പിന്മാറ്റത്തിന്റെ പ്രതിഫലനം ഉണ്ടാകുക സന്നിധാനത്തായിരിക്കും. സന്നിധാനത്ത് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധ കേന്ദ്രീകരണം ഉണ്ടാകാനുള്ള സാധ്യത പോലീസും കാണുന്നുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ കൊയിലാണ്ടി സ്വദേശിനിയായ ബിന്ദുവും കണ്ണൂർ സ്വദേശിയായ കനകദുർഗയും 42ഉം 44ഉം വയസ്സുള്ള യുവതികൾ മല ചവിട്ടി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി ലെസ്ലി, തുടരേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. യുവതികൾ ഇപ്പോൾ മരക്കൂട്ടം എത്തിയിരിക്കുകയാണ്. അവിടെയും പ്രതിഷേധം ഉടലെടുത്തിട്ടുണ്ട്. കൂടുതൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്.